أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 64-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ അത് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് എങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ് തദ്രീബിലൂടെ നമ്മൾ പറയുന്നത്, പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിനെ ഭംഗിയായ വിധത്തിൽ അതിൻ്റെ നിയമങ്ങളെല്ലാം ശ്രദ്ധിച്ചു പാലിച്ച് നന്നായി പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ 1ാമത്തെ സെമസ്റ്റർ പരീക്ഷ ഈ ഡിസംബർ 25-ന് വരികയാണ്. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, എല്ലാവരോടും ഒരിക്കൽ കൂടി അറിയിക്കാനുള്ളത്, ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി, പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും വേണം. സമയം നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ നീട്ടി ഫീസ് അടയ്ക്കാനുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കും ഒന്നുകൂടെ സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷാ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണം. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഓൺലൈൻ വഴിയുള്ള ജസ്റ്റ് ടിക്കിടാവുന്ന അറബി മലയാളത്തിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചമെന്താണ്, ലാഭമെന്താണ്? അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു നല്ല സർട്ടിഫിക്കറ്റാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അഭിമന്യരായ നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും നമുക്ക് നേതൃത്വം നൽകുന്ന ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഔദ്യോഗികമായ ഒരു സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയോ സർട്ടിഫിക്കറ്റുകളുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റുകളുണ്ട്, അതായത് ജനന സർട്ടിഫിക്കറ്റുകൾ. പലർക്കും SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട്, +2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, ധാരാളം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമ് കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ ഓതി പഠിച്ചു ശ്രദ്ധിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു സാക്ഷിയായി ഒരു സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ, അനിവാര്യമല്ലേ? അതിനുവേണ്ടി ഈ കോഴ്സിൽ ഇനി സമയമില്ല, വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും. അപ്പോഴേക്ക് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഫീ അടച്ച് ഇതിനു വേണ്ടി തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഒരു തൗഫീഖാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അത് നടത്താനും ഭംഗിയായി നിർവഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. 64-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അക്ഷരങ്ങളുടെ മഖ്റജുകളെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അറബി അക്ഷരമാല കൃത്യമായി നമ്മൾ വായിച്ചു. ഓരോ അക്ഷരവും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, പറയേണ്ടത് എന്ന് നമ്മൾ ഇസ്തിഅലാൻ്റെ ഹർഫുകൾ അങ്ങനെ, ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയും വിശദമായി തന്നെ പറയാനുണ്ട്. നമുക്ക് ഇന്ന് ഏതാനും ഹർഫുകൾ എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ മഖ്റജ് എവിടെയാണ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം എവിടെയാണ് എന്നത് കണ്ടുകൊണ്ട് നമുക്ക് നോക്കാം. നോക്കിയേ, മഖ്റജുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങാം. തൊണ്ട എന്ന് നമ്മൾ പറയുന്ന, അറബിയിൽ ഹൽഖ് എന്ന് പറയുന്ന ഈ ഭാഗം, ഹൽഖ് എന്നാണ് അറബിയിൽ ഇതിന് പറയാം. അവിടെ അതിനെ 3 പാർട്ടുകളാക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം, മധ്യഭാഗം, മുകൾ ഭാഗം. ഇത് നോക്കിയേ, സ്ക്രീനിൽ കാണുന്നത് ആ പ്രത്യേകം ഇങ്ങനെ കണ്ടോ, ഒരു അടയാളപ്പെടുത്തിയ ഭാഗം. അവിടേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹൽക്കിൻ്റെ താഴെ അറ്റം എന്നു പറയുന്ന ഭാഗമാണത്, തൊണ്ടയുടെ. നമുക്ക് വിരലിടാൻ കഴിയില്ല ലാസ്റ്റ്. അത് അവിടെ നിന്നാണ് ഹംസും ഹും വരുന്നത്. അ അ അ അ അ അ ഹ ഹ ഹ ഹ ഹ ഹി അ ഹു ഹി ഹു അഹ്. ഇതെല്ലാം ഹൽക്കിൻ്റെ താഴെ അറ്റത്തു നിന്നാണ് വരുന്നത്. ഇനി അടുത്ത പിക്ചർ നോക്കിയേ, കുറച്ചു മുകളിലാണ് അത് കാണുന്നത് അല്ലേ? അവിടെ നിന്നാണ് ഹഉം ഐനും വരുന്നത്. ഹഉം ഐനും വരുന്നത്. യഅലമൂൻ ല ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അഹ് ഹ ഹ ഹ അഹി ബഹി ഹ വരുന്നത്. ഇനി നോക്കിയ തൊണ്ടയുടെ മുകൾ ഭാഗം, അവിടെ നിന്നാണ് ഖ ഗൈൻ വരുന്നത്. ഖ ഗൈൻ ഖ ഖ ഖ ഖി ഖി ഖി, തൊണ്ടയുടെ മുകൾ ഭാഗം. ഇപ്പം നോക്കിയേ, തൊണ്ടയുടെ താഴ്ഭാഗം, മധ്യഭാഗം, മുകൾ ഭാഗം, ഇത് 3 ഒരുമിച്ച് കാണുന്നില്ലേ? അവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, ആ അടയാളപ്പെടുത്തിയത് 3 സ്ഥലത്താണ്. ഒന്ന് അടിയിൽ, ഒന്ന് മധ്യത്തിൽ, മറ്റൊന്ന് മുകളിൽ. ഇതാണ് 6 അക്ഷരങ്ങളുടെ മഖ്റജുകൾ, ഹൽക്കിൻ്റെ ഹർഫുകളുടെ മഖ്റജുകൾ. ഹൽക്ക് മീൻസ് തൊണ്ട, ഹൽക്ക് മീൻ തൊണ്ട, തൊണ്ട. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഹൽക്കിൻ ഹർഫുകൾ 6ആണ്. അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹഉൻ ഹഉൻ ഐനുൻ ഗൈനുൻ ഖ എന്നിവയാണ് എന്ന് നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ വരുന്നത്, അവയുടെ മഖ്റജുകൾ ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടു അല്ലേ? ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി തൊണ്ട എന്ന് പറയുന്നതിൻ്റെ മുകൾ ഭാഗം, താഴ്ഭാഗം, മധ്യഭാഗം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്. ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള സംഗതി തന്നെയാണ്. അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഓപ്പണാക്കി കാണിച്ചു തന്നപ്പോൾ എവിടെയോ പോയതുപോലെ അല്ലേ? അതൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, പറയൂ. ഓക്കെ, ഈ 6 ഹർഫുകൾ. യെസ്, ഇപ്പം നമ്മൾ മഖ്റജ് പഠിച്ചു. ഹംസ് ഹ തൊണ്ടയുടെ താഴെയറ്റം, ഹ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഗൈൻ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം. ഇനി നമുക്ക് കുറച്ച് ഓതാം. സൂറത്തുൽ അൻആം 151-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങണ്ടേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق
ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ. ഓക്കെ. قُلْ تَعَالَوْا أَتْلُ مَا حَرَّمَ رَبُّكُمْ عَلَيْكُمْ. ഇപ്പം നമ്മൾ ഓതി അവിടെ തന്നെ നോക്കിയ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന അക്ഷരങ്ങൾ ഉണ്ടാവും. ഖുൽ തആലൗ അത്ലു, തആലൗ ഐനുണ്ട്, അത്ലു മാ ഹറമ ഹ ഉണ്ട്, റബ്ബുക്കും അലൈക്കും ഐനുണ്ട് അല്ലേ. അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. എങ്ങനെ? وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق. ഓക്കെ. ولا تقتلوا أولادكم من إملاق. ചിലരൊക്കെ നാം 2 നമുക്ക് 2, പിന്നെയോ നാം 2 നമുക്ക് 1. ഇനി എന്താ പറയുക? നാം 2 നമുക്ക്. പലരും കാരണം പറയുന്നത് എന്താ? എങ്ങനെയാണ് പോറ്റി വളർത്തുക അല്ലേ? ദാരിദ്ര്യം ഭയന്നുകൊണ്ട് പടച്ചവനെ എങ്ങനെ നോക്കും മക്കളെ? അതിനൊക്കെയുള്ള വകുപ്പ് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഞാൻ ഏറ്റെടുത്തതാണ്. അതിൽ നിങ്ങൾ ബേജാറാവണ്ട. പക്ഷെ നമുക്ക് വലിയ ബേജാറാ അല്ലേ? അല്ലാഹ് നോക്കിയേ, വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. ذلكم وصاكم إني ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده. ഒരുമിച്ചിട്ടോ, ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها. യതീം അല്ലേ, അനാഥകൾ, അവരുടെ സമ്പത്തുമായിട്ട് നിങ്ങൾ ഒരു 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 വളരെ ശ്രദ്ധ വേണം. നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ആ മക്കളുടെ സ്വത്താണ്. വളരെ കരുതൽ വേണം. അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോഴും നല്ല കരുതൽ വേണം. അതുപോലെ അളവ്, തൂക്കം, അളന്നു കൊടുക്കേണ്ടത്, തൂക്കിക്കൊടുക്കേണ്ടത്, ഇങ്ങനെ ഏതെല്ലാം കണക്ക് വെച്ച് വിൽപ്പന നടത്തുകയും മറ്റും ചെയ്യുന്നതാണോ വളരെ കൃത്യമായിരിക്കണം. അതിൽ മായം ചേർക്കരുത്. അളത്തത്തിലോ തൂക്കത്തിലോ അതൊക്കെ വലിയ അപകടമാണ്. അതൊക്കെ നീതിയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. وَإِذَا قُلْتُمْ فَاعْدِلُوا وَلَوْ كَانَ ذَا قُرْبَى وَبِعَهْدِ اللَّهِ أَوْفُوا
ذلكم وصاكم به لعلكم تذكرون. പിന്നെ നോക്കി وأن هذا صراطي مستقيما فاتبعوه وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. باقي ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء. ثم آتينا شد اللميم موسى الكتاب تماما على الذي يعني تماما على الذي ألا على الذي تماما على الذي نو تماما على الذي تو أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. بلقاء مد متصل مركندا. وهذا كتاب أنزلناه مبارك فاتبعوه وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب يعني أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها. فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. باقي هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون
ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ ഇന്നമാ അംറുഹും ഇലല്ലാഹി സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ഓക്കെ, ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക ട്ടോ, ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها. ശരിക്കും ശ്രദ്ധിക്കണുണ്ടോ അവിടെയൊക്കെ? നഫ്സൻ ഈമാനുഹ എന്നുള്ളടത്തൊക്കെ നഫ്സൻ ഈമാനുഹയാകും. അത് ശരിക്കും ശ്രദ്ധിക്കണം, വലിയ തെറ്റാ. ലം തകുൻ ആമനത് മിൻ ഖബ്ലു ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ ഖുൽ ഇൻതളിറൂ ഇന്നാ മുൻതളിറൂൻ. ഇവിടെ നൂന് ശേഷം താ വന്നപ്പോഴേ താ തന്നെ വരണം. ഖുൽ ഇൻതളിറൂ ഇന്നാ മുൻതളിറൂൻ. മുന്ത മുന്ത ഇന്ത മുന്ത അങ്ങനെയൊന്നുമില്ല. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ. ശ്രദ്ധിക്കണേ, ശിയഅൻ ലസ്ത. ഇന്നമാ അംറുഹും ഇലല്ലാഹി സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. അടുത്തത് മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു ഹസനത്ത്, ഒരു നന്മ ഒരാളിൽ നിന്ന് വന്നാൽ മിനിമം അതിന് 10 നന്മയുടെ പ്രതിഫലം 10 ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന് അവൻ്റെ അടിമകളാകുന്ന നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു വലുപ്പം നോക്കിയാൽ നിങ്ങൾ. ഒന്ന് നമ്മൾ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് മിനിമം കേട്ടോ, റമദാനിലല്ല, വെള്ളിയാഴ്ചയല്ല, അതൊക്കെ സമയവും സാഹചര്യമൊക്കെ അനുസരിച്ച് കൂടി വരും. ഏറ്റവും ലോക്കൽ 10 ഇരട്ടി. ഇനി അടുത്ത് നോക്കി, ومن جاء بالسيئة فلا يجزى إلا مثلها. മനുഷ്യനാണല്ലോ, തെറ്റ് വരുമല്ലോ അല്ലേ? സപ്പോസ് ഒരു തെറ്റ് വന്നാൽ അതിന് 10 ഇരട്ടി തെറ്റിൻ്റെ കുറ്റം കിട്ടുമോ? നോ. പിന്നെയോ 1. സൽക്കർമ്മമാണെങ്കിൽ 10 ഇരട്ടി, തെറ്റാണെങ്കിലോ 1 മാത്രം, 10 ഇരട്ടി കുറ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ. അല്ലാഹ് വഹും ലാ യുദ്ലമൂൻ. നോക്കണേ ബാക്കി. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈഇ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم
സദഖല്ലാഹുൽ അദീം. ഓക്കെ, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിമ ഹനീഫ. നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒഴിവായി പോകട്ടോ നിയമങ്ങളെ. വമാ കാന മിനൽ മുശ്രിക്കീൻ. നമ്മൾ നിസ്കാരങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ഫസ്റ്റിൽ വജ്ജഹ്തു അതാറുണ്ട് അല്ലേ, ദുആ ഉൽ ഇഫ്തിതാഹ്, അതിലെ ഭാവങ്ങളാണ്. നോക്കി, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നമ്മൾ വജ്ജഹ്തുൽ ഓതും അല്ലേ, ദുആ ഉൽ ഇഫ്തിതാഹിൽ. ഇന്ന സ്വലാത്തി എന്നുള്ളത് ഇന്ന സ്വലാത്തി എന്നൊക്കെ തെറ്റോതും. ഇന്ന സ്വലാത്തി എന്നുള്ളത്, പിന്നെയോ ഇന്ന സ്വലാത്തി തെറ്റ്. അതേപോലെ വനുസുക്കി എന്നുള്ളത് വനുസ്കി എന്ന് പറയും, നുസ്കി. നോ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. ട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു റാഇന തർഖീഖ് വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈഇ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم. إن ربك سريع العقاب وإنه لغفور رحيم. اللهم اغفر لنا اللهم ارحمنا يا أرحم الراحمين. صدق الله العظيم. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കുക, അല്ലാഹ് സ്വീകരിക്കുക, അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തുകൊണ്ട് അല്ലാഹ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അവിവേകം കാരണം വന്നു പോയിട്ടുണ്ട്. പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, അതിനൊക്കെയുള്ള നിമിത്തമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ തദ്രീബിൻ്റെ കൂട്ടായ്മയിൽ പങ്കാളികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആയിരക്കണക്കായ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ തദ്രീബുമായി ബന്ധപ്പെട്ട പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹുവേ, അതിൽ പേര് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി തീരുമാനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേര്. എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. അങ്ങനെ പഠിച്ചവനെ, നിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ആലിമീങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സാദാത്യങ്ങളിൽ നിന്ന് നേരിട്ട് വന്ന് അല്ലാഹുവേ, അവരിൽ നിന്നത് സ്വീകരിക്കാനുള്ള ഒരു തൗഫീഖ്, മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, എല്ലാ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, ഹസദുകളിൽ നിന്നും, സിഹറുകളിൽ നിന്നും, കണ്ണന്മാരുടെ കണ്ണുകളിൽ നിന്നുമൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവസാനം കൂട്ടുകുടുംബാദികളോടൊപ്പം നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ്